ഫസ്റ്റ് 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു 3.5 കിലോളം കുറവ് വന്നിട്ട്, അതായത് യൂറിക് ആസിഡ് ഉണ്ടായിട്ട് കഴിച്ചുകൊണ്ട് യൂറിക് ആസിഡ് എനിക്ക് കുറക്കാൻ പറ്റും. നമ്മളെ ക്ലയന്റ് മുനീർഖാന്റെ വക ട്രീറ്റ് ആണ് കേട്ടോ. നമ്മള് സൗദി അറേബ്യയിലാണ് ഉള്ളത്. മൂപ്പര് തിരൂർക്കാരനാണ്. നമ്മള് സൗദിയിൽ നിന്നാണ് മീറ്റ് ചെയ്യണത് ആദ്യമായിട്ട്. മീനുണ്ട്, ചിക്കൻ ഉണ്ട്. ഇത് മീൻ അതേന് സീബാസ് ഫിഷ് ആണ്. ഗ്രിൽഡും ഇത് സ്റ്റീംഡ് ആണ്, മഷ്വായി അല്ലെ. ചിക്കൻ ഓവനിലാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. ഹെൽത്തി കംപ്ലീറ്റ് ഹെൽത്തി. അപ്പൊ നമ്മളെ ക്ലയന്റ് മുനീർക്ക തിരൂരുള്ള ക്ലയന്റ് ആണ്. ഇപ്പൊ സൗദിയിൽ വന്നപ്പോ സൗദിയിൽ നിന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തതാണ്. ഒരു മുമ്പേ എക്സ്പീരിയൻസ്, നമ്മളെ ഡയറ്റിലുള്ള എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യും. ഒരു ബിഗ് താങ്ക്സ് പറയാണ് ഗൈഡ് ചെയ്യുന്ന കിട്ടിയെന്ന്. ഓക്കെ, നമുക്കിത് ഒരുപാട് നെഗറ്റീവ് ഫേസ് ചെയ്തിട്ടുണ്ട് ഡയറ്റിന്. നമ്മൾ ഓരോരുത്തർ നിരുത്സാഹപ്പെടുത്തുന്നത്, കോഴിമുട്ട ആണെങ്കിലും ചിക്കനും. മുട്ട ഒന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവമായിരുന്നു. നമ്മളത് ബെനിഫിറ്റ് നമുക്ക് ആ ഒരു ഹെൽത്ത് സ്റ്റേബിൾ ആയിട്ട് മാറ്റം വരുന്ന കണ്ടപ്പോൾ നമുക്ക് ഇതിക്ക് കുറച്ചും കൂടി ഫുഡ് ക്രാവിങ് ആണെങ്കിലും കുറവാണ്. അതുപോലെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എല്ലാവരും ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിശന്നിട്ടുള്ള ഒരു സംഭവം, നമുക്ക് വിശപ്പ് തോന്നാത്ത രീതിയിലുള്ള ഒരു ഐറ്റം പ്ലാനായിട്ട് തോന്നും. എന്തായാലും ഒരുപാട് ഡിഫറൻസ് ആയിട്ടുള്ള മാറ്റങ്ങൾ. മെയിനായിട്ട് ഹെൽത്തിയാണ്. ഇപ്പോൾ മെറ്റബോളിസം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് കഴിക്കണ എന്ത് സംഭവങ്ങളാണ്. ഞാനൊക്കെ പണ്ടെപ്പോഴും രാവിലെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് വേസ്റ്റായിട്ട് കാർബൺ ഇതൊക്കെ കഴിച്ചിരുന്നതാണ്. അപ്പോൾ ഒക്കെ നമ്മൾ മാക്സിമം ഇഗ്നോർ ചെയ്യാനുള്ള ഒരു കീപ്പ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഡയറ്റിൽ വന്നതിന് മുന്നത്തേല് വന്നത്? ചേഞ്ചസ് ഞാൻ അന്ന് അയച്ചില്ല. ഫസ്റ്റ് 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു 3.5 കിലോളം കുറവ് വന്നിട്ടുണ്ട്. രണ്ടും ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എന്താ വെച്ചാൽ ആവശ്യത്തിനുള്ള ഉള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ ഒന്നും വേസ്റ്റ് ആയി പോയിട്ടില്ല. ഭക്ഷണം കഴിച്ചതൊക്കെ നമ്മൾ ഒരുപാട് വാരി വലിച്ച് കഴിക്കണ പോലത്തേലും കുറച്ച് തിന്ന് നമുക്ക് വയറ് അറിയുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തിന് അത് അതിൻ്റേക്ക് മതി എന്നുള്ളൊരു എനർജി എന്നുള്ള അറിയില്ല. ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള. നിങ്ങളും തുടക്കത്തിൽ നിങ്ങളെ കുറെ ആൾക്കാരെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ പിന്നീട് അത് ഇതാവുന്ന ഏറ്റവും ഇതായത് യൂറിക് ആസിഡ് ഉണ്ടായിട്ട് ഇത് കഴിച്ചുകൊണ്ട് യൂറിക് ആസിഡ് എനിക്ക് കുറക്കാൻ പറ്റും. അത്യാവശ്യം 7.8 ഒക്കെ ഉണ്ടായിരുന്നു. അത് നേരെ 5.7 മാറി. അത്യാവശ്യം നന്നായിട്ട് പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ട്. ബീഫ് ആണെങ്കിലും എഗ് ആണെങ്കിലും. പിന്നീട് ബുദ്ധിമുട്ട് വന്നോ യൂറിക് ആസിഡ്? ഇല്ല പിന്നെ വന്നില്ല. പിന്നെ എനിക്ക് അതിന്റെ ഇടയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഡയറ്റ്. നാട്ടിൽ പോയപ്പോഴൊക്കെ വീട്ടിലായതുകൊണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അതിക്ക് വീണ്ടും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നീട് നമുക്ക് അതിക്ക് പെട്ടെന്ന് വരാൻ തോന്നാനുള്ള ഒരു മനസ്സിലായി ചടപ്പ് വരുന്നില്ല. എനർജി എനർജി ആണ് ഏറ്റവും എനിക്ക് ഇതായത് തോന്നിയത്. അതായത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ കുറെ സമയം ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, രാത്രി ഭക്ഷണം വേണ്ടി വരുന്നില്ല. എന്താ വെച്ചാൽ ഉച്ചക്ക് കഴിച്ചതിന്റെ അത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ കിടന്നുറങ്ങാൻ സുഖമുണ്ട്. പിന്നെ മധുരവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കല്ല, എല്ലാ ആക്ടിവിറ്റി ഉണ്ട്. ആവശ്യത്തിനുള്ളത് നമ്മൾ ഇതാക്കണം. എല്ലാവർക്കും മെയിനായിട്ട് പേടിയാണ്. കാരണം വലിയ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിന്റെ സൊസൈറ്റി ആയാലും അവരൊക്കെ ഈ ഒരു കാർണിവോർ അല്ലെങ്കിൽ ഫാറ്റി പ്രോട്ടീൻ ഡയറ്റിനോട് ഭയങ്കര എതിർപ്പും പേടിപ്പിക്കലൊക്കെ. അതുകൊണ്ടും കൂടാണ് നമ്മള് ക്ലയൻസിനെ കാണുമ്പോൾ നേരിട്ടൊരു റിവ്യൂ ചോദിക്കുന്നത്. അപ്പൊ ആൾക്കാർക്ക് ഒരു ട്രസ്റ്റും കൂടെ ഉണ്ടാവും. എങ്ങനെയായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ കുറച്ച് ഫേസ് ചെയ്ത് പോയി. ആരോടും അധികം പറഞ്ഞിട്ടില്ല ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ. പിന്നെ ഇതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ. പിന്നെ നമുക്ക് ഒന്നാമത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു സാധനം ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കൺവേർട്ടായി പോണ കാര്യങ്ങൾ അതൊക്കെ. ഡയറ്റിന് വേണ്ടിട്ട് ഇന്നൊരു കോച്ചിന്റെ ആവശ്യം ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ആക്ച്വലി അന്ന് 2 മന്ത് ഞാൻ എടുത്തിട്ട് പിന്നെ നമുക്ക് തന്നെ അത് ഓട്ടോമാറ്റിക് മനസ്സിലായി. ഓരോ ദിവസം നമ്മൾ പറഞ്ഞു തരുമ്പോൾ ഏതൊക്കെ സാധനങ്ങൾ നോക്കേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കി അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടി. പിന്നെ നമുക്ക് എവിടെ കയറുമ്പോഴും ആദ്യം ഹെൽത്തി ആണോ, ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് നോക്കാൻ ഒരു കൂടി ഇൻട്രസ്റ്റ് ആയി, നോക്കിയെടുക്കാനുള്ള ഒരു തോന്നുന്നു. മറ്റേ നമ്മള് പണ്ടൊക്കെ ഓഫർ കിട്ടുന്ന സാധനങ്ങളാണ് എടുത്ത് പോയിരുന്നു. അതുകൊണ്ട് ശരിക്കും ഒരു 3 മാസം ലൈഫ് സ്റ്റൈല് പഠിച്ചെടുക്കാൻ. നമ്മുടെ നാട്ടുകാര് എല്ലാവർക്കും ഒരു ഡയറ്റ് അല്ലെങ്കിൽ തടി കുറക്കാന്ന് നോക്കുമ്പോ ഒരു പ്ലാനാ ചോദിക്കണത്. പ്ലാനിന്റെ ആവശ്യമില്ലല്ലോ ശരിക്കും. അതുകൊണ്ട് കുറെ ആൾക്കാർക്ക് കഴിച്ചുകൊണ്ട് തടി കുറക്കാന്ന് പറയുന്നത് ആളുകൾ പറഞ്ഞ് വിശ്വസിക്കൂല. ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഉള്ളിലേക്ക് പോണേന് നമ്മൾ ആൾക്കാർ ചിലപ്പോൾ നെഗറ്റീവ് എഫക്റ്റ് ആയിട്ടൊക്കെ കാണാം. ഓക്കെ, അപ്പൊ താങ്ക് യു. ശരി.